വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. ഞാൻ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കിട്ടണമെങ്കിൽ അവന്മാരൊക്കെ പെടാപ്പാട് പെടേണ്ടി വരും. പിന്നെ ഞാൻ ചോദിക്കുന്നതൊക്കെ അവന്മാര് തരണം. ഞാൻ പ്രസിഡന്റ് ആവാനും ചാൻസ് ഉണ്ട്. നീ പുകഴ്ത്തിയതൊക്കെ മതി. ആദ്യം ബോട്ട് എവിടെയാന്ന് പറ. ഞാൻ പ്രസിഡന്റിനെ സീ റൂട്ട് വഴി എന്റെ രഹസ്യ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ത് പറ്റി? നല്ല തിരക്ക്. എന്റെ പൊന്നു മോട്ടുപൊട്ടലു, നിങ്ങൾ കൃത്യസമയത്താ വന്നത്. എന്റെ പൊന്നു സാറേ, എന്താ ഇവിടെ ഇത്രയും വലിയ ട്രാഫിക് ജാം? എവിടുന്നോ വന്ന തീവ്രവാദികളെ റിസ്വാണ്ട് പ്രസിഡന്റിനെ കടത്തി വെച്ചിരിക്കുക. അതും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയില്. അതുമാത്രല്ല, അവര് മോട്ടോർ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതാ കണ്ടില്ലേ? തടസ്സങ്ങൾ വരാതിരിക്കാൻ ബസ്സൊക്കെ വെച്ച് റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എനിക്ക് വല്ല ഐഡിയ തരുമോ പ്ലീസ്? നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കണം. എന്റെ 10 രൂപ വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് നിനക്കറിയില്ല. എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞു താ. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ഐഡിയ വെച്ച് ആ ലോക്കൽ ട്രെയിനിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ദേ ഇവിടെ കിടക്കുന്ന ഈ ബസ്സുകളെയൊക്കെ തള്ളി നീക്കി ട്രാഫിക് ജാം ഒഴിവാക്കാലോ. അതൊക്കെ വളരെ സാധാരണമായ കാര്യമാണ്. എന്റെ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ട്രെയിൻ എവിടെയാ ഉള്ളത്? അതിന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. വരൂ വരൂ. നോക്കിയേ, ഇതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ ഗാഡ്ജറ്റ്. ഇതിൽ നിന്ന് വരുന്ന ലൂബ്രിക്കന്റ് ട്രെയിനിൽ നിന്ന് വരുന്ന എല്ലാ പാർട്സും തലകീഴായി മാറ്റും. അത് മാത്രമല്ല, ട്രെയിൻ ട്രാക്കിൽ മാത്രമല്ല തറയിലും സൂപ്പർ ആയിട്ട് ഓടാൻ തുടങ്ങും. നിങ്ങൾ രണ്ടുപേരും ആദ്യം ഈ ട്രെയിനകത്ത് കയറി ഇതിനെ ട്രാക്കിൽ നിന്നും പുറത്തെടുക്കാൻ നോക്ക്. അതിനു മുമ്പ് ഞാൻ ട്രെയിനിന്റെ മേലെ പോയിട്ട് ഇലക്ട്രിസിറ്റിക്ക് പകരം വേറെ ഗാഡ്ജറ്റ് സെറ്റ് ചെയ്യാം. അത് ഇതിന് പവർ കൊടുക്കും. ശരി, വരൂ. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ട്രെയിൻ ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്യ്. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അടിപൊളി. ട്രെയിൻ പാളം വിട്ട് ഓടാൻ തുടങ്ങിയല്ലോ. ഇതിന്റെ ടയർ തന്നെ മാറിപ്പോയി. അയ്യോ, ഞാൻ മേലെയുള്ളത് കണ്ടില്ലേ? എങ്ങോട്ടാ നിങ്ങൾ ഈ പോകുന്നത്? എന്നെ വിളിച്ചോണ്ട് പോ ചങ്ക എന്റെ ബ്രോ. ഞാനിതാ പുറകിൽ വന്നോണ്ടിരിക്കാ. നിക്ക്. അല്ല, ഇതെന്നാ റോട്ടിൽ കൂടെ ട്രെയിൻ ഓടുന്നത്? എന്തൊക്കെ കണ്ടിട്ട് വേണോ ഇനി ഒന്ന് ചങ്ക എന്റെ ബ്രോ, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവല്ലേ? ഞാനും നമ്മുടെ ഡോക്ടർ ചട്കയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ചേട്ടാ, എന്നെ ഒന്ന് ട്രെയിനിലേക്ക് കേറ്റുന്നേ. എന്റെ കൈ പിടിച്ച് കേറ്റ. എന്നെ വിടല്ലേ. എന്റെ മോട്ടു, നീ സ്പീഡ് ഒന്ന് കുറയ്ക്കേ, അല്ലെങ്കിൽ ഈ ട്രെയിനിന്റെ ചക്രം തേഞ്ഞു പോകും. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കാണിച്ചില്ലേ? മോട്ടുപൊട്ടൽ ഒരു കാര്യത്തിൽ ഇറങ്ങിയാലേ അതിന് വിജയം ഉറപ്പല്ലേ? ഗ്യാരണ്ടി. എന്താണ് ഇത്? ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നത്? അതിനിവിടെ റെയിൽവേ സ്റ്റേഷനൊന്നും ഇല്ലല്ലോ. ട്രെയിനിൽ എങ്ങനെ വരാൻ പറ്റും? ആരും വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ബസ്സൊക്കെ നിരത്തി വെച്ചിട്ട് ആകാശത്തിൽ നിന്ന് ആരും വരാൻ പാടില്ലെന്നും വിചാരിച്ചപ്പോ ആരാടാ ഇത് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നത്? അയ്യോ എന്റെ അമ്മ, ഈ ബോട്ട് മുതൽ എവിടുന്നാ ഇത് വന്നത്? ഞാൻ എവിടെ പോയാലും ഇവന്മാർ എന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വിടില്ലെന്നേ. നിങ്ങൾ എന്നെ ജീവിക്കാൻ വിടില്ലേ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ കമാൻഡോസ്, ചെന്നവന്മാരെ വെടിവെച്ച് കൊല്ലന്നേ. അല്ല ബോസ്, നിങ്ങള് വെറുതെ കമാൻഡോസിനെ കൊണ്ടുവരാനല്ല പറഞ്ഞ. ബുള്ളറ്റ് ഇല്ല അവർക്ക്. എടാ കമാൻഡോസ്, ചെന്നവന്മാരെ കെട്ടിയിട്ടിട്ട് കൈ കൊണ്ടെങ്കിലും വലിച്ചിട്ട് വാടാ. വാ 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 വാ. പിടിച്ചോ.
ഇയാളെ വലിച്ചു കയറ്റാൻ തന്നെ ഞാൻ 4 വട്ടം കഴിക്കണമെന്നാ തോന്നുന്നേ. ഇനി ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അമ്മോ. അയ്യോ, പ്രസിഡന്റ് മയങ്ങിയിരിക്കുകയാണല്ലോ. ഞാൻ പ്രസിഡന്റിനെ രക്ഷിച്ചേ. എന്റെ അമ്മോ, പ്രസിഡന്റ് സാർ ഇവിടെയാണോ? ട്രെയിൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. വേഗം വേഗം. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യേ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യേ. പ്രസിഡന്റ് സാറേ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ സാറേ. അല്ല, ഈ മുഖം ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ഐഡിയ. ജോണാണ്. ജോണാകാൻ പോകുന്നു ഡോൺ. ജോണാകാൻ പോകുന്നു ഡോൺ. എടാ ജോൺ, നീ ആയിരുന്നു ഇവരെപ്പോഴാ പ്രസിഡന്റ് ആയത്? നിങ്ങൾ എവിടെ എന്നെ പ്രസിഡന്റ് ആവാൻ സമ്മതിച്ചത്? പ്രസിഡന്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ആ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്തത്. പക്ഷെ നിങ്ങൾ അതിനെ എന്നെ സമ്മതിച്ചില്ലല്ലോ. ഇങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ വരാറ്? പത്തുലു, ഇനി ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? പൊളിച്ചെടുത്തല്ലോ. പ്രസിഡന്റിനെ അവിടെ തന്നെ വിട്ടേച്ച് വില്ലിലാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ പ്രയത്നമെല്ലാം വെറുതെ ആയി പോയല്ലോ മമ്മി. എന്റെ മോട്ടു, നീ എന്തിനാ പ്രസിഡന്റിനെ കൊണ്ടുവരുന്നതിന് പകരം ജോണിനെ കൊണ്ടുവന്ന്? അപ്പൊ ഞാൻ ആരെയാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? എന്ത് നീയോ? അയ്യോ, നന്നായിട്ട് തല കറങ്ങുന്നുണ്ടല്ലോ. ഞാൻ എവിടെയാണെന്ന് ഒരു പിടിയില്ലല്ലോ. അല്ല, ഞാൻ എങ്ങനെയാ ഈ ട്രെയിനിനകത്ത് ഒച്ച വച്ച പ്രശ്നമാവും കേട്ടോ. ജോണാകാൻ പോകുന്നു ഡോൺ. ജോണാകാൻ പോകുന്നു ഡോൺ. ഇപ്പോഴും ഒന്നും നശിച്ചിട്ടില്ല. എല്ലാം എന്റെ കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. ഡോണിന്റെ പ്ലാൻ എപ്പോഴും വേസ്റ്റ് ആകില്ല. പ്രസിഡന്റ് അകത്തുള്ളത് വരെ എല്ലാരും ഞാൻ പറഞ്ഞത് തന്നെ കേൾക്കണം. മനസ്സിലായോ? നിങ്ങൾ എന്തിനാ പ്രസിഡന്റിനെ കൊണ്ടുവന്ന്? എനിക്കറിയോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് അറിയില്ലേ? പത്തുലു, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു താ. എന്റെ മോട്ടു, ഇതിൽ എന്താ ആലോചിക്കാനുള്ളത്? നീ വേഗം സമൂസ കഴിക്കേ, എന്നിട്ട് പണി തുടങ്ങ്. ഓടുന്ന ട്രെയിനിൽ എങ്ങനെയാണ് സമൂസ കിട്ടുന്നത്? മോട്ടു, ഇതേ അങ്ങോട്ട് നോക്കി എത്ര കടയാണെന്ന്. നീ മണം പിടിച്ച് ഏത് കടയിലാ ഉള്ളെന്ന് പറ. ട്രെയിൻ നിർത്തിയിട്ട് അവിടുന്ന് സമൂസ വാങ്ങി തരാന്നേ. മോട്ടോ, ഞാൻ ഇപ്പൊ തന്നെ ഓടുന്ന വണ്ടി നിർത്താട്ടാ. ഡോക്ടർ ജട്ക, വേഗം വണ്ടി നിർത്തോ, വേഗം. ഞാനിതാ നിർത്തിയേക്കാം. മണം കിട്ടിയല്ലോ. എടാ, അവരെ സമൂസ കഴിക്കാൻ അനുവദിക്കരുത്. പെട്ടെന്ന് പോയി തടയാ. പോടാ. മണം മണം നല്ല മണം. എന്റെ കയ്യിൽ വിടാ. സമൂസ സമോസ സമോസ ചോട് സമോസ. അയ്യോ, എന്റെ സമോസ എങ്ങോട്ടേക്കാ പറന്നു പോകുന്നത്? എന്റെ പൈസ, എന്റെ കാശ്. അയ്യോ, ഞാൻ സറണ്ടർ ആയേക്കാം. ഞാൻ സറണ്ടർ ആയേക്കാം. ഞാൻ സറണ്ടർ ആയേക്കാം. അല്ല ബോസ്, നിങ്ങൾ എന്തിനാ സറണ്ടർ ആവുന്നത്? ഞങ്ങളിവിടെ ഇരിപ്പില്ലേ? ഞങ്ങൾ നോക്കാം ഇവരെ. ഒന്ന് പോടാ. നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ല. അയ്യോ, ഞങ്ങളില്ല. ഇതാ പിടിച്ചോ. മര്യാദയ്ക്ക് പോയി അവിടെ അടങ്ങിയിരുന്നോളൂ. ഹലോ ഇൻസ്പെക്ടർ സാറേ, ഞങ്ങൾ എല്ലാവരെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം വന്ന് അറസ്റ്റ് ചെയ്യൂ. ഞങ്ങളിത് അടുത്തെത്തി. മോട്ടോ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്നെ മാത്രം ഒന്ന് പോകാൻ അനുവദിക്കുക. എന്നെ പോകാൻ.
അയ്യോ എന്റെ പ്ലാൻ എല്ലാം നാശമായി പോയി. ഞാൻ വിചാരിച്ചതെല്ലാം അങ്ങ് പാളിപ്പോയി. എന്റെ ബോട്ടോ ഞാനിനി എന്ത് ചെയ്യും? ബോസ്, അവസാന നിമിഷം പോലും നല്ല കവിതകളാണല്ലോ അങ്ങ് പറയുന്നത്. എന്റെ അമ്മോ, കവിത അങ്ങ് വിട്ടേക്കടാ. അവരിപ്പോ നമ്മളെ തല്ലാൻ തയ്യാറാ. എസ്കേപ്പ് ആവാൻ റെഡി ആയിക്കടാ എന്റെ നമ്പർ 1 നമ്പർ 2. എന്റെ അമ്മോ. വളരെ നന്ദിയുണ്ട് മോട്ടു പത്ലു, വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ വളരെ നന്നായിട്ട് സഹായിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ അവാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു മോട്ടു പട്ലു ജി. മോട്ടു പട്ലു ഒരു കാര്യം ഏറ്റെടുത്ത അതിന് സക്സസ് ഗ്യാരണ്ടി അല്ലേ, ഗ്യാരണ്ടി. യമുന നദിയുടെ തീരത്തിരിക്കുന്ന ഈ റെഡ് ഫോർട്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ശരി, വാ നമുക്കത് പോയി കാണാം. എന്താ പറ്റി മോട്ടു? അല്ല, വല്യേട്ടൻ അവിടെ പോയി. അല്ല വല്യേട്ടൻ എന്തിനാണ് ഈ പാവ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? അതെനിക്ക് ഒന്ന് കാണിച്ചതാ വല്യേട്ടാ. ഇതൊന്നും കളിക്കാനുള്ള പാവയല്ല മോട്ടു, ഇത് സ്വപ്നങ്ങളെ കണ്ടുപിടിക്കുന്ന റോബോട്ടാ. അതേ സുഹൃത്തുക്കളെ, ഇതൊരു അടിപൊളി ഗാഡ്ജറ്റ് ആണ്. നമ്മുടെ അടുത്തുള്ളവർ കാരണം നമുക്ക് അപകടം വരാൻ പോവുകയാണെങ്കിൽ ഇത് മുൻപ് തന്നെ സ്വപ്നത്തിൽ കണ്ട് നമുക്കത് ഇന്റിമേറ്റ് ചെയ്യും. അപ്പോ അങ്ങനെയാണോ കാര്യങ്ങൾ? ശരി, ആദ്യം അത് എന്റെ കയ്യിൽത്താ. ഇതെന്താ പറയുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ചേടാ മോട്ടു, നീ എന്താ ഇങ്ങനെ ചെയ്തത്? നീ എപ്പോഴും ഇങ്ങനെ തന്നെ കാണിക്കുന്നത്? ഞാനത് ട്രയൽ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. പക്ഷെ നീ അപ്പോഴേക്കും ഈ ബട്ടൺ അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഇത് എപ്പോ ഉറങ്ങും, എപ്പോ എഴുന്നേക്കും, എപ്പോ പറയുന്ന അറിയില്ലല്ലോ. എങ്കിൽ ശരി, നമുക്ക് അകത്ത് പോയി റെഡ് ഫോർട്ട് കാണാം. സൂപ്പർ. അപകടം 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 അപകടം. എന്തപകടം? ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തപകടം നടക്കാനാണ്? നിങ്ങൾ വാ, നമുക്ക് ധൈര്യമായി നോക്കാം. അയ്യോ, സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച്. വെല്ലിട്ട പറഞ്ഞതുപോലെ വെല്ലിട്ടിന്റെ റോബോട്ട് സത്യം തന്നെയാണ് പറഞ്ഞത്. ആപത്തിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. പക്ഷെ റോബോട്ട് അതിനെ കണ്ടിട്ട് നമ്മളോട് പറഞ്ഞതാണ്. അപകടം അപകടം. അല്ല, ഇവിടെ എന്താ അപകട? ഇവിടെ എന്താണ് കുഴപ്പം? ആ സ്റ്റാച്യു ആണോ? സുഹൃത്തുക്കളെ, ഇങ്ങോട്ട് നോക്ക്. ഈ സ്റ്റാച്യു ആണ് അപകടകാരി. ജീനി റോബോട്ട് ഇതിനെ കണ്ടിട്ടാണ് അപകടമെന്ന് പറഞ്ഞിരിക്കുന്നത്. പാവം, ഈ സ്റ്റാച്യു കൊണ്ട് ഒരു അപകടം ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഇതിനറിയില്ലല്ലോ. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അനക്കി വിട്ടെന്ന് തോന്നുന്നു. അപകടം അപകടം അപകടം. നിങ്ങൾ എന്താ ഓടുന്നേ? എന്താ പറഞ്ഞേ? ഒറിജിനൽ പാമ്പോ? ഓടിക്കോ! ഭാഗ്യത്തിന് ഞാൻ അനങ്ങാതെ നിന്നു, അല്ലെങ്കിൽ ഈ പാമ്പ് എന്നെ തന്നെ കൊത്തിയേന്. എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. എന്റെ അമ്മോ, സത്യം പറയുന്ന റോബോട്ടെ, നീ വേഗം ഉറങ്ങിക്കോ. എന്നിട്ട് സ്വപ്നം കാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ ആപത്ത് വരാൻ പോണെന്ന് അപ്പപ്പ പറഞ്ഞു തരണം. ഓക്കേ, പ്ലീസ്. റോബോട്ട് കുട്ടാ, നീ ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയത്? എന്ന ഒരു കാര്യം ചെയ്, എനിക്ക് നല്ല താലാട്ട് പാട്ട് പാടിത്താ. പാടാനല്ലേ പറഞ്ഞത്? ഞാൻ നിനക്ക് താരാട്ട് പാടിത്തരാം. അടുത്തുള്ള അപകടം കാണിച്ചു തായോ. അതെ,
താൻ എന്നെ താലാട്ടുപാടി ഉറക്കുകയാണോ അതോ സ്വയം ഉറങ്ങുകയാണോ? എനിക്ക് ഇങ്ങനത്തെ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എനിക്ക് ഇനിയൊരു പാട്ടറിയാം. ഓമനക്കണ്ണൻ ഉറങ്ങേണ്ടേ, കണ്ണും പൂട്ടി ഉറങ്ങേണ്ടേ, ഓമനക്കണ്ണൻ ഉറങ്ങേണ്ടേ, കണ്ണും പൂട്ടി. അപകടം, അപകടം, ഇടതുവശത്ത് അപകടം, വലതുവശത്ത് അപകടം, മുന്നോട്ട് പോയ അപകടം, പിന്നോട്ട് വന്നാല് അപകടം. എല്ലാരും കണ്ടില്ലേ? താഴെയുള്ളത് മാത്രം കണ്ട് പേടിച്ചാ മതിയോ? അന്ന് മോളുള്ളതും കണ്ട് നമുക്ക് പേടിക്കണ്ടേ? ഓടിക്കാം പാമ്പ്. അയ്യോ, ഫോളോ ചെയ്യണല്ലോ പെട്ടെന്ന്. അയ്യോ പാമ്പ്. അയ്യോ, ഫോളോ ചെയ്യണല്ലോ പെട്ടെന്ന്. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. അല്ല, ഇത് എന്തൊരു വലിയ തലവേദനയാണ്. ആ പാമ്പ് ഇതുവരെ പോയില്ലേ? എന്നെ ഇവിടെ പാമ്പിനെ പിടിക്കാനായിട്ട് വിളിച്ചതാ. ഞാനിവിടെ ചെറിയ പാമ്പുകളായിരിക്കും വിചാരിച്ചേ. പക്ഷെ ഇത്രയും വലിയ പാമ്പിനെ കണ്ടപ്പോ ഞാൻ മകുടി ഊതുന്ന കാര്യം തന്നെ മറന്നുപോയി. ദേ വേണം നോക്കിക്കോ. നിർത്ത്, വായിക്കല്ലേ. പൊളിച്ചെടുത്തല്ല. നിനക്ക് ഊതാൻ മറന്ന എന്താണ്? നീ എന്റെ അടുത്ത് തന്നോ? ഞാൻ ഊതി ഊതി രണ്ടിലൊന്ന് നോക്കിക്കോളാം. എന്റെ അടുത്ത് ഇങ്ങോട്ട് തരൂ. പൊളിച്ചെടുത്തല്ലോ. പാമ്പിനെ പിടിച്ചോ, രക്ഷിക്കണേ. ഞാൻ പഴയതുപോലെ ശരിയായിട്ട് നിൽക്കുന്ന നല്ലത്. ഇങ്ങനെ പാമ്പേട്ട, പാമ്പേട്ട, ഞാൻ പാമ്പേട്ടിന് മുട്ട തരാം, പാല് തരാം. എന്നെ വിട്ടോളൂ, എന്നൊന്നും ചെയ്യല്ലേ. രക്ഷിക്കണേ, ആരെങ്കിലും ഈ പാമ്പിന്റെ അടുത്ത് എന്നെ രക്ഷിക്കണേ. എന്തിനാ എല്ലാരും കൂടെ പേടിച്ചു പോകുന്നത്? വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ? ദാപ്പ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണത്? യാ, ചാർജ്. സ്റ്റോപ്പ്. എന്ത് പറ്റി ചിങ്കം സാർ? ഇളനീർ പട്ടാളമേ, ഗോ. ചെന്നാ പാമ്പിനെ അറ്റാക്ക് ചെയ്യൂ. അയ്യോ പാമ്പേ. എന്റെ അമ്മോ, എന്താണ് എനിക്ക് കിട്ടേണ്ട പണി തന്നല്ലോ. വയറ്റിലെ ബുദ്ധി വർക്കില്ലെന്ന് നിനക്ക് അറിയില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യും പത്തുള്ളൂ. എനിക്കൊരൊറ്റ ഐഡിയ മാത്രമേ മനസ്സിൽ തോന്നുന്നുള്ളൂ. പോലീസിന് ഫോൺ ചെയ്യാ. ഹലോ പോലീസ്, ഞങ്ങളിവിടെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു പാമ്പ് വന്നിരിക്കുന്നു. ഞാനും അതേ കഷ്ടപ്പാടിലാണ്. ഞാനും ഒരു പാമ്പിന്റെ അടുത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അത് എന്നെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ടു ഡു? പോലീസ്, പോലീസ്, നമ്മൾ അവരുടെ അടുത്ത് സഹായം ചോദിച്ചപ്പോ അവർ നമ്മളോട് സഹായം ചോദിക്കുകയാണ് പത്തലു. അവരുടെ അടുത്ത് വലിയൊരു പാമ്പ് വന്നിരിക്കുന്നു. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് കമ്മീഷണർ സാറിനെ ഫോൺ ചെയ്യേണ്ടി വരും. പേടിപ്പിക്കല്ലേ. നീ ആരെ വേണേ വിളിച്ചു പറഞ്ഞോ. എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ അടുത്തും കമ്മീഷണറുടെ നമ്പർ ഉണ്ട്. പത്തലു, നമ്മുടെ സിംഗ് സാറിനെ പോലെ ആ ഇൻസ്പെക്ടറുടെ കയ്യിലും കമ്മീഷണർ സാറിന്റെ നമ്പർ ഉണ്ടെന്ന്. എങ്ങനെ ഉണ്ടാകാതിരിക്കും? ദേ കണ്ടില്ലേ, നിങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് പത്തലു? കിട്ടി. കസീറ്റാറാമിനെ കൊണ്ട് ഊതാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഞാൻ ഊതും. വേണ്ട. വേണ്ട, വേണ്ട, മോട്ടോ നിർത്തിക്കോ. പാമ്പ് എന്റെ മീതെ പന്ത് കളിക്കണം. എന്റെ മോട്ടോ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? മോട്ടോ നീ ഒന്ന് നിർത്തേ. ഊതി ഊതി നീ പാമ്പിന്റെ പട്ടാളത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നാ തോന്നുന്നേ. പത്തലു, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ പാമ്പിനെ ഓടിക്കാനാ ശ്രമിച്ചത്. അയ്യോ, ഇനി എന്താ ചെയ്യുക? വലിയേട്ടാ, എന്തെങ്കിലും ഒരു ഐഡിയ പറയേ. ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് വെച്ച് ഈ പാമ്പുകളൊക്കെ ഒന്ന് ഓടിച്ചു താ. ഇതാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇത് കയ്യിലിട്ടോളൂ. ഇത് വെച്ചിട്ട് നമുക്ക് പാമ്പിനോട് സംസാരിക്കാൻ പറ്റുമെന്നേ.
അതെ നാഗരാജാവേ, ദേ ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല. ദയവേത് ഞങ്ങളെ വെറുതെ വിടണം പ്ലീസ്. അല്ല, എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവും ഇല്ല. നിങ്ങൾ നല്ല സൂപ്പറായിട്ടാണ് മകുടി ഊതുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വളരെ ജാളിയായിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങളുടെ പൊത്തി കിടന്ന് ഉറങ്ങുകയായിരുന്നു. പക്ഷെ ഇവൻ ഈ മകുടി വായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മുകളിൽ കയറി വന്നത്. അയ്യോ, അപ്പൊ ഞാൻ കാരണമാണോ ഇതൊക്കെ നടന്നത്? നാഗരാജ, മാപ്പ് തരിക. നാഗരാജാവേ, അങ്ങ് ഇതെല്ലാം ക്ഷമിച്ച് എന്റെ ഫ്രണ്ടിനെ വിട്ടിട്ട് ദയവേത് മണ്ണിനടിയിലേക്ക് പൊയ്ക്കോളൂ. ഞാൻ തീർച്ചയായിട്ടും പോകാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ. അതായത് ഇയാള് മകുടി ഊതിക്കൊണ്ട് ഈ ഏരിയയിലേക്ക് വരാൻ പാടില്ല. എടോ പാമ്പാടി, തന്നെ വായിലെന്താ കൊഴുക്കട്ടെയാണോ? താ വാ തുറന്ന് കാര്യം പറ, ഇനി ഇങ്ങോട്ട് വരില്ല. അയ്യോ, ഞാനിനി ഒരിക്കലും വരില്ല, ഒരിക്കലും വരില്ല, സത്യം. ആ പുള്ളി സമ്മതിച്ചിരിക്കുന്നു. എങ്കിൽ കൊള്ളാം, നിനക്ക് കൊള്ളാം. ബൈ ബൈ. അപകടം അപകടം അപകടം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. എന്നാ, ഹലോ. അയ്യോ. Watch India's largest kids library only on Jio Hotstar. Download the app now.